2024 ഓഗസ്റ്റ് മാസം 26-ാം തീയതി തിങ്കളാഴ്ചയായിരുന്നു അഹമ്മദാബാദ് പ്രദേശത്തുള്ള കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ക്യാമ്പ് ശംഷാബാദ് രൂപത കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകമായിട്ട് നടത്തിയത്. ഹൻസോൾ ഇടവകയിലെ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിനോട് അനുബന്ധിച്ചുള്ള AV റൂമിലാണ് പ്രസ്തുത ക്യാമ്പ് നടത്തപ്പെട്ടത്. ക്യാമ്പിന് നേതൃത്വം നൽകിയത് ശംഷാബാദ് രൂപതയുടെ വികാരി ജനറലായ എബ്രാഹിം പാലത്തിങ്കലച്ചനാണ്. ഗുജറാത്ത് റീജിയണൽ കാറ്റഗിസം ഡയറക്ടറിൻ്റെ സ്വാഗത പ്രസംഗത്തിന് ശേഷം വികാരി ജനറലച്ചൻ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഹമ്മദാബാദ് പ്രദേശത്തുള്ള കാറ്റഗിസം ടീച്ചേഴ്സിനെ ഒന്നു ചേർത്താണ് ഈ ഒരു പ്രോഗ്രാം പ്രത്യേകമായിട്ട് ഹൻസോൾ ഇടവകയിൽ വെച്ച് നടത്തപ്പെട്ടത്. പ്രധാനമായും 6 ഇടവകളാണ് ഈ ഒരു അഹമ്മദാബാദ് സിറ്റിക്കുള്ളിൽ ഉള്ളത്. സോള പാരീഷ്, തലത്തേജ് പാരീഷ്, കോളേജ് പാരീഷ്, ബാപ്പുനഗർ പാരീഷ്, മണിനഗർ പാരീഷ്, സബർമതി പാരീഷ് എന്നീ 6 ഇടവകളിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ് പ്രസ്തുത പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേരുകയുണ്ടായി. ഏകദേശം 41 പേരാണ് 6 ഇടവകളിലായിട്ട് ഈ ഒരു കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനം ചെയ്തു വരുന്നത്. എല്ലാം ചെറിയ ഇടവകൾ തന്നെയാണ്. പ്രവാസികളായ സീറോ മലബാർ സഭയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. ഓരോ ഇടവകയിലും സീനിയർ KG മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. എല്ലാ ഇടവകയിലും പ്രസ്തുത ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓരോ ഇടവകയും 100-ൽ താഴെ വീടുകൾ മാത്രമുള്ള ഇടവകളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണവും നന്നേ കുറവാണ്. ഏറ്റവും ചെറിയ ഇടവക എന്ന് പറയുന്നത് 16 വീട്ടുകാരുള്ള ഒരു ഇടവകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സിലും കുട്ടികൾ കാണണമെന്ന് നിർബന്ധമില്ല. എങ്കിലും നാട്ടിലെ അതേ ചിട്ടയോടുകൂടിയാണ് അഹമ്മദാബാദ് പ്രദേശത്തിലെ 6 ഇടവകയിലും ഈ ഒരു കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. ഓരോ ഇടവകയിലുമുള്ള വികാരിയച്ചന്മാരുടെ നേതൃത്വത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അഹമ്മദാബാദ് പ്രദേശത്തിലെ ഈ ഒരു കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഒരു കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സ് നല്ലൊരു ഓറിയൻറ്റേഷൻ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ശംഷാബാദ് രൂപതയിൽ നിന്ന് വികാരി ജനറലായ എബ്രാഹിം പാലത്തിങ്കലച്ചൻ ഇവിടെ വന്ന് മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രൂപത കാറ്റഗിസം ഡയറക്ടറായ സോജി അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പ്രഭാഷണം വികാരി ജനറലച്ചൻ്റെ പ്രഭാഷണത്തിന് ശേഷമാണ് നടത്തപ്പെട്ടത്. രൂപതയുടെ വികാരി ജനറലായ എബ്രാഹിം അച്ഛൻ തൻ്റെ മുഖ്യ പ്രഭാഷണ പ്രമേയമായി തിരഞ്ഞെടുത്തത് പാലാ രൂപതയിൽ വച്ച് നടത്തപ്പെട്ട സീറോ മലബാർ സഭയുടെ അസംബ്ലിയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ അസംബ്ലി ചർച്ച ചെയ്യുകയുണ്ടായി. ഓരോ രൂപതയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റായി വർത്തിക്കുന്ന ഒന്നാണ് കാറ്റഗിസം. അതുകൊണ്ട് തന്നെ ഈ ഒരു അസംബ്ലിയുടെ നല്ല ഒരു പ്രമേയമായിട്ട് ഇത് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലും അവരെ പരാമർശിച്ച കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ ഒരു മുഖ്യ പ്രഭാഷണത്തിൽ വികാരി ജനറലച്ചൻ തൻ്റെ പ്രഭാഷണ മധ്യയെ പ്രതിപാദിച്ചിരുന്നത്. 2 മണിക്കൂർ ദൈർഘ്യത്തിൽ നീണ്ടുനിന്ന ഈ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ആദ്യ ഭാഗം പൂർണ്ണമായിട്ടും വികാരി ജനറലച്ചൻ എടുത്തെങ്കിൽ 2ാം ഭാഗം സോജി അച്ഛനാണ് എടുത്തിരുന്നത്. കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് രൂപത തലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയ ദൂരീകരണമാണ് അച്ഛൻ നടത്തിയത്. സീനിയർ KG മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു വിവരണം നൽകുവാൻ കൂടി സോജി അച്ഛൻ മറന്നില്ല. 2 പേരുടെയും പ്രഭാഷണം ഏറെ ഉപകാരപ്രദമായിരുന്നു എന്നുള്ള കാര്യം കാറ്റഗിസം ടീച്ചേഴ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. വീണ്ടും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഒരു ചെറിയ കാപ്പുകുടിക്ക് ശേഷം ടീച്ചേഴ്സ് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിയത്.